ടൈം ട്രാവൽ സാധ്യമാണ്. സമീപകാലത്തായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും അങ്ങേയറ്റം പഠനം നടക്കുന്നതുമായ ഒരു വിഷയമാണെന്ന് തോന്നുന്നു ടൈം ട്രാവൽ. നമ്മളിൽ പലരും അങ്ങനെയൊരു സാധ്യത ഒരിക്കലെങ്കിലും സ്വപ്നം കണ്ടവരാണ്. മായൻ സംസ്കാരം, ചെങ്കിസ് ഖാന്റെ പടയൊരുക്കം, ക്ലിയോപാട്രയുടെ വശ്യസൗന്ദര്യം, ബിത്തോവന്റെ കച്ചേരി, അക്ബർ ചക്രവർത്തിയുടെ ദർബാർ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഭൂതകാല സംഭവങ്ങൾ നേരിട്ട് കാണാൻ കഴിയുന്ന അവസ്ഥ. അതുപോലെ ഉദ്വേഗവും ആകാംക്ഷയും അനിശ്ചിതത്വവും നിറഞ്ഞ ഭാവിയിലേക്കൊരു യാത്ര ഒരു സിനിമയിൽ തുടങ്ങാം. ടെർമിനേറ്റർ എന്ന സിനിമയിൽ സ്കൈനെറ്റ് എന്ന സൂപ്പർ കമ്പ്യൂട്ടർ തങ്ങളുടെ ഭാവി ശസ്ത്രവും അന്തകനുമായ ജോൺ കോണറിനെ നശിപ്പിക്കാൻ, അതായത് ജനിക്കുന്നതിനു മുൻപേ ഇല്ലാതാക്കാൻ ഒരു ടെർമിനേറ്ററിനെ ഭൂതകാലത്തിലേക്ക് അയക്കുന്നു. ടൈം ട്രാവൽ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെയാണ് ഭാവിയിൽ ജോൺ കോണറിന്റെ മാതാവാകേണ്ട സാറ കോർണറിനെ അപായപ്പെടുത്താൻ ഈ ടെർമിനേറ്റർ പ്രത്യക്ഷപ്പെടുന്നത്. സിനിമയിൽ നിന്ന് കാര്യത്തിലേക്ക് വരുമ്പോൾ, പ്രകാശത്തിന്റെ വേഗതയ്ക്കൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ സമയം നമ്മുടെ കൈപ്പിടിയിലൊതുങ്ങും എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്. അതായത് സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ. ഇപ്പോൾ സമയം നമ്മുടെ കൈപ്പിടിയിലല്ലേ? തീർച്ചയായുമല്ല. നമ്മൾ വർത്തമാനകാലത്തിലാണ് ജീവിക്കുന്നത്, കാണുന്നതും കേൾക്കുന്നതുമെല്ലാം. ഒരു ഉദാഹരണം, നമ്മൾ ഒരു പറക്കുന്ന പക്ഷിയെ ലൈവായി കാണുന്നു. എങ്ങനെ? ആ പക്ഷിയിൽ നിന്നുള്ള വെളിച്ചം വായുവിലൂടെ സഞ്ചരിച്ച് നമ്മുടെ കണ്ണുകളിൽ പതിച്ച് സിഗ്നലുകളായി തലച്ചോറിലെത്തി അതിൻ്റെ സ്ഥാനവും ആകൃതിയും മനസ്സിലാക്കിയെടുക്കുന്നു. വളരെ ചെറിയൊരു സമയം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. എത്ര മൈന്യൂട്ടാണെങ്കിലും ഇവിടെ ഒരു സമയം ആവശ്യമായി വന്നു. അതൊരിക്കലും പൂജ്യമല്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന സമയം കൊണ്ട് ആ പക്ഷിക്ക് സ്ഥാനചലനം സംഭവിച്ചിരിക്കാം. ചുരുക്കത്തിൽ നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്തല്ല പക്ഷിയുള്ളത്. കുറച്ചുകൂടി സ്പീഡിൽ സഞ്ചരിക്കുന്ന വെടിയുണ്ടയുടെ കാര്യം നോക്കാം. 50 മീറ്റർ സഞ്ചരിച്ചൊരു വെടിയുണ്ട നമ്മൾ കാണുന്നത് അത് 100 മീറ്റർ പിന്നിട്ട ശേഷമാണ്. 50 മീറ്റർ അകലം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും അത് 100 മീറ്റർ പിന്നിട്ട് കാണും. അതായത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന വർത്തമാനം തൊട്ടു മുമ്പ് സംഭവിച്ച ഭൂതകാലമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആയിരക്കണക്കിന് പ്രകാശം അകലെയുള്ള ഒരു ഗ്രഹത്തിൽ നിന്ന് ഏറ്റവും ശക്തിയുള്ള ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഏലിയൻസ് ഇപ്പോൾ നമ്മളെ നോക്കുകയാണെങ്കിൽ മൃഗങ്ങളുടെ പുറകെ ഓടുന്ന ആദിമ മനുഷ്യരെയായിരിക്കും കാണുക. അതുകൊണ്ട് തന്നെയാവും അവരൊന്നും ഇങ്ങോട്ട് വരാത്തത്. പ്രകാശവേഗതയ്ക്കൊപ്പം നമ്മളെത്തുമ്പോൾ നമ്മൾ യഥാർത്ഥ വർത്തമാന കാലത്തിലെത്തുന്നു. അതിൻ്റെ തൊട്ടടുത്ത വേഗം നമ്മെ ഭാവിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് 1 മണിക്കൂർ സമയം കൊണ്ട് 1 മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥ. അതുപോലെ പുറകോട്ടും. താത്വികമായി ടൈം ട്രാവൽ നിലനിൽക്കുന്ന ഒരാശയം തന്നെയാണ്. ഭാവിയിൽ ശാസ്ത്രം അത്ര കണ്ട് പുരോഗമിച്ചാൽ തീർച്ചയായും സാധ്യമാവുന്നത്. നമ്മുടെ അടുത്ത തലമുറ നമ്മെ തേടി വരില്ലെന്ന് ആരറിഞ്ഞു? നമ്മൾ കാത്തിരിക്കുന്ന ഏലിയൻസ് പൂർവികരെ തേടി അലയുന്ന ടൈം ട്രാവലേഴ്സായ നമ്മുടെ കൊച്ചുമക്കൾ തന്നെയാണെങ്കിലും